അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ പറ്റിയൊക്കെ MT സാർ പറഞ്ഞത് ഓർക്കുന്നു. അതായത് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രയോ വലുപ്പത്തിലാണ് അദ്ദേഹം അത് സ്ക്രീനിൽ ചെയ്തിട്ടുള്ളത്. ഇത് പല റൈറ്റേഴ്സും പറയാറുണ്ട്. ഞങ്ങൾ എഴുതിയതിന്റെ വേർഷൻ അല്ല, അതിന്റെ എൻഹാൻസ്ഡ് വേർഷനാണ് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഒരു റൈറ്റർ പെർസ്പെക്റ്റീവില് നേരിന്റെ എഴുത്തിലത്തെ നേരും ലാൽ എഫക്ട് ഓഫ് നേരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞത് തന്നെയാണ്, അതൊരു മാജിക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മൾ എഴുതുന്ന ഡയലോഗ്സ്, എസ്പെഷ്യലി കോഡ് സീക്വൻസിലെ ആ ഡയലോഗ്സ് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡെലിവറി ഉണ്ട്, അതിൻ്റെ മോഡുലേഷനൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് അതിന് വരുമ്പോൾ പലപ്പോഴും മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചില ഡയലോഗ്സൊക്കെ ഞങ്ങൾ സ്പോട്ടിലാണ് മാറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ ഏട്ടന് ഒരെണ്ണമായിരിക്കും നോക്കിയിട്ട് ചിലപ്പോൾ വന്നത്, പെട്ടെന്ന് ആ പേപ്പർ മാറ്റിയിട്ട് ഞാൻ ഓടിപ്പോയി അല്ലാണ്ട് ഇതാണ് ഇതേതാ ഇതല്ലല്ലോ ഇതെന്ത് എന്ത് കുട്ടിയാണ് ഇങ്ങനെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഒരു ലേമൻ ലാംഗ്വേജ് അല്ല അവിടെയാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളോ കോണ്ടെക്സ്റ്റ്, ഇപ്പം ഞാൻ വക്കീലാണ്, എന്നോട് ഇപ്പോൾ ഒരു മെഡിക്കൽ ടേംസ് കുറേ പറയുമ്പോഴേക്കും എനിക്ക് ആ ഫ്ലോയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ കോർട്ടുകളിൽ പോകാറുണ്ട്, പോയി കേസുകൾ വാദിക്കാറുണ്ട്. അവിടെ നിന്നുണ്ടായ കുറെ സംഭവങ്ങൾ കൂടെ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അത് ലാലേട്ടനിലേക്ക് തന്നെ എത്താൻ കഥ എഴുതുമ്പോൾ ലാലേട്ടനിലേക്ക് തന്നെയാണ് എത്തിയത്. ഇല്ല, രണ്ട് ചോദ്യങ്ങളാണത്. അതിൽ ഒന്നാമത്തത് കോടതിയിൽ ഉള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കോടതിയിലുള്ള കുറെ സംഭവങ്ങളെല്ലാം ചേർത്തിട്ടായിരുന്നു ഇതിന്റെ ആദ്യത്തെയും സെക്കൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ വന്നത്. അതെല്ലാം പാക്ക് ചെയ്തപ്പോഴേക്കും പോയി. കാരണം അത് നേരെ 1, 2, 3 നമ്മൾ ഇറക്കേണ്ടി വരും. അതെല്ലാം ചെയ്യണമെന്നുണ്ട്. അത് നമ്മൾ ഈ പല എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഒത്തിരി കോഡ് സീക്വൻസ് സിനിമകൾ വരുന്നുണ്ട്, സീരീസ് ആയിട്ടൊക്കെ കാണുന്നത്. അപ്പൊ നമുക്ക് ആ ഓരോ ഇൻസിഡന്റിനെയും, ഇപ്പോൾ ഒരു വക്കീലിന്റെ ലൈഫ്, രാവിലെ കോർട്ടിട്ട് ഇറങ്ങുന്നു, പോകുന്ന വഴി കോടതി, പല സംഭാഷണങ്ങൾ, അതിനൊക്കെ നർമ്മം ഉണ്ടാകും, പല ഇമോഷൻസ് ഒക്കെ ഉണ്ടാകും. ഇത് ശരിക്കും അതിനുള്ളൊരു സ്പേസ് ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ വളരെ കുറെ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ എടുത്ത് മാറ്റേണ്ടി വന്നു. പിന്നെ 2 എന്ന് പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യം എഴുതുമ്പോൾ ലാലേട്ടൻ മനസ്സിലായിരുന്നു എന്നാണ്. ജിത്തു സാറ് ദൃശ്യത്തിന്റെ സമയത്താണ് ഇതിലൊരു ആശയം പറയുന്നത്. അപ്പൊ ആ സമയത്ത് ആശയം വരുന്നു, അതിന്റെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ സാർ അത് ആന്റണി ചേട്ടനോട് പറയുമായിരുന്നു. അപ്പൊ ആന്റണി ചേട്ടൻ അത് കേട്ടപ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പോഴും ലാലേട്ടൻ കേട്ടിട്ടില്ല. പിന്നെ റാമിന്റെ സമയത്ത് UK അവിടെ ഇരുന്നിട്ടാണ് ലാലേട്ടനോട് ഞാൻ ആ കഥ പറയുന്നത്. ഞാൻ പകുതി പറയുന്നു, ഞാനും ആദ്യമായിട്ടാണ് കഥ പറയുന്നത്. പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ അത് കേൾക്കുന്നു, ചിരിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഓരോന്നിനും അദ്ദേഹം ലോജിക്കലി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ജിത്തു സാറിന്റെ കൂടെയുള്ള വർക്കാണ്. സാർ ഇങ്ങനെ ലോജിക് എല്ലാം സീൽ ചെയ്യുന്നതാണ്. ആഡ് ഓൺ ടു ദാറ്റ് ഈ സിനിമയിലും അങ്ങനെ ലോജിക് എല്ലാം. ഇപ്പോൾ ഒരു സീക്വൻസ് കാണുന്നു, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് മറുപടി പറയുന്ന ശൈലിയാണ് ജിത്തു സാറിന്റെ മൂവീസ്. പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് ഒത്തിരി നീണ്ടുപോകും. മാക്സിമം അത് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ വരുമ്പോഴാണ് ലാലേട്ടൻ നേരിൽ